ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു റെഡ്മി A5 ന്യൂ മോഡലിൻ്റെ ഡിസ്പ്ലേ ഗ്ലാസ് മാറലാണ്. അതായത് ഡിസ്പ്ലേ മാറാതെ ഗ്ലാസ് മാത്രം ചേഞ്ച് ചെയ്യൽ. അപ്പോൾ കുറേ ആൾക്കാർ ഇത് നമ്മളോട് ഇൻബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്പ്ലേ മാറാതെ ഗ്ലാസ് മാത്രമായിട്ട് എങ്ങനെ മാറാൻ പറ്റുമെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ചെയ്യേണ്ട ആദ്യം ഇതിൻ്റെ ബാക്ക് ഗ്ലാസ്സാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ വരുന്ന റെഡ്മിൻ്റെയൊക്കെ മോഡലിൽ കൂടുതലും ബാക്കിൽ ഗ്ലാസ്സാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ പൊട്ടിക്കാതെ മെല്ലെ 530 ഒക്കെ ഉപയോഗിച്ച് മെല്ലെ അയച്ചെടുക്കണം. അത് അയക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് 530 ആണ്. 530 ഗം റിമൂവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെട്ടെന്ന് സാധനം പോരും. അപ്പോൾ നമ്മളതൊന്ന് യൂസ് ചെയ്യാൻ നോക്കുക അയക്കുമ്പോഴൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ഗ്ലാസ്സൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കസ്റ്റമർ ഇതിൻ്റെ സ്ക്രീനിൽ പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ ഒരു തരം നമ്മളെ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുത്തു ഇത് ചെയ്തപ്പോൾ. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ബാറ്ററി ഊരി ബാറ്ററിൻ്റെ അകത്തായിട്ടാണ് ഇതിന് സ്ട്രിപ്പും അതുപോലെ ചാർജിങ് സ്ട്രിപ്പും എല്ലാം വരിക. അപ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കസ്റ്റമർ ഒട്ടിച്ച ആ ഗ്ലൂ, അതായത് ഇൻസുലേഷൻ ടേപ്പ് എടുക്കലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നേരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് മെഷീനിൽ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഈ ഗ്ലാസ് കൂടുതൽ പൊട്ടിയതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതിൻ്റെ മേലെ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അത് നല്ലതായിരിക്കും. ഇത് കൂടുതൽ ആൾക്കാരും ചെയ്യണത് തന്നെയാണ്, എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അതായത് ഗ്ലാസ് പൊട്ടിയതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഗ്ലാസ്സായിട്ട് പോരാതിരിക്കാനാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നല്ലൊരു വൃത്തിയിലായിട്ട് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് മൊത്തമായിട്ട് അതിമ ഒട്ടിയിരുന്നോളും. എന്നിട്ട് അത് ഇൻസുലേഷൻ ടേപ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്താൽ മതി. സെപ്പറേറ്ററിൽ വെച്ച്, അതായത് ഹീറ്ററിൽ വെച്ചിട്ട് സെപ്പറേറ്റിംഗ് വയർ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓൾറെഡി മാറ്റിയൊരു ഡിസ്പ്ലേ ആയിരുന്നു. മാറ്റിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റിസ്ക്കാണ് ഇത് ചെയ്യാൻ. മാറ്റിയ ഡിസ്പ്ലേ ചെയ്യാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഇത് പക്കയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി ഡിസ്പ്ലേ. അപ്പോൾ നമ്മൾ ഞാൻ ഹീറ്റ് സെറ്റ് ചെയ്യാറ് 109 അപ്പോൾ പല ആൾക്കാരും പല രീതിയിലാക്കാരം ഇതിൽ ഹീറ്റ് സെറ്റ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് സുഖമായിട്ട് തോന്നിയിട്ട് 109, 110 കുറച്ച് ഹീറ്റ് കൂട്ടിയിട്ടാണ് ഇടാറ്. പക്ഷെ എന്നാലും വലിയ പ്രശ്നമൊന്നും വരാറില്ല, ഡിസ്പ്ലേക്കൊന്നും ഡാമേജും കാര്യങ്ങളൊന്നും വരലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹീറ്റ് 109 ഇടാറ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്ലിയർ ആയിട്ട് തന്നെ മെല്ലെ വലിച്ചെടുത്തപ്പോൾ പോന്നിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലുള്ള ഗമ്മ് റിമൂവ് ചെയ്യലാണ്. അത് നമ്മൾ ഗം റിമൂവർ വെച്ചിട്ട് ഗമ്മ് അടിപൊളിയാക്കി റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ ഈ ഡിസ്പ്ലേൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഇത് നമ്മളെ റിമൂവറിൻ്റെ ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് കൊള്ളാതെ നോക്കണം. അത് കൊണ്ടു കഴിഞ്ഞാൽ ഡിസ്പ്ലേ മൊത്തമായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നം ഇതിൽ വരാനുണ്ട്, സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളോട് ഇത് കൂടുതലും ആൾക്കാർ ചോദിക്കലെന്ന് പറയുമ്പോൾ ടെക്നീഷ്യന്മാരല്ലാത്ത ആൾക്കാരാട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടാമോ എന്ന് ചോദിക്കാറ് ടെക്നീഷ്യന്മാരല്ല കൂടുതലും ചോദിക്കാറ്. അതായത് ഇത് കാണാനൊരു ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർ കുറേ ഉണ്ട്, അവരാണിത് ചോദിക്കാറ്. അപ്പോൾ എന്തായാലും ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്രോസസ്സ് ഇത് ക്ലീൻ ചെയ്യലാണ്. അതായത് ഗമ്മ് റിമൂവൽ ഓൾമോസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് 530 ഗമ്മാണ്. 530 ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം സെറ്റായിട്ട് പോരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ 530 ഉപയോഗിച്ചാൽ മതി ക്ലീൻ ചെയ്യാൻ. ചില ആൾക്കാർ ടിന്നറൊക്കെ ഉപയോഗിക്കാറുണ്ട്. ടിന്നർ ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പോളറൈസറിന് കളറിന് അത് എഫക്റ്റ് ആവും ടിന്നർ ഉപയോഗിക്കുമ്പോൾ. ചില ആൾക്കാർ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പോൾ അതൊരു നല്ല മെത്തേഡല്ല. അത് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുക 530 ഉപയോഗിച്ചാലാണ്. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുമ്പോൾ 530 ഒന്ന് ഉപയോഗിച്ചിട്ട് ചെയ്യാം. OC ഗ്ലാസ് ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മളെ ഡിസ്പ്ലേ നന്നായിട്ട് ക്ലീൻ ആക്കാം കേട്ടോ. അതായത് എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്നു അത്രത്തോളം ക്ലീൻ ആക്കണം. കാരണം ഒരു ടെസ്റ്റ് ഇതിലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് OC ഗ്ലാസ് വെച്ചതിന് ശേഷം അത് നമുക്ക് നേരെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ OC ഗ്ലാസ് ഒട്ടിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഫ്രെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യാറ്. നമുക്ക് സുഖം തോന്നിയ പോലെയാണ് ഞാൻ ചെയ്യാറ്. അതിനായിട്ട് ആദ്യം OC ഗ്ലാസിൻ്റെ സ്റ്റിക്കർ ഊരി കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ മെല്ലെ കറക്റ്റ് അളവ് നോക്കി മെഷർമെൻറ്റ് നോക്കി ഡിസ്പ്ലേ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് സുഖമായിട്ട് നല്ലൊരു മെത്തേഡാണ്. പക്ഷേ പല ആൾക്കാരും ചെയ്യാറ് ഫ്രെയിമിൽ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്കതൊരു ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യാറ്. ഇതാണ് എനിക്ക് സുഖം തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിന് പഞ്ച് ചെയ്യലും അതുപോലെ പഞ്ച് മെഷീനിൽ വെച്ചിട്ടല്ല ചെയ്യൽ, കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് പഞ്ചിങ് എനിക്ക് കയ്യിൽ വെച്ചിട്ടാണ് സുഖം തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മെഷീനിൽ വെച്ചിട്ട് ചെയ്യാറില്ല. മെഷീനിൽ വെച്ചിട്ട് ചെയ്തതൊക്കെ എനിക്ക് ഫ്ലോപ്പ് ആയിട്ടുള്ളൂ. എന്താണെന്ന് ഞാൻ അതുവരെ നോക്കിയിട്ടില്ല. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതും നല്ലൊരു മെത്തേഡ് തന്നെയാണ്. പല ആൾക്കാരും ഞാൻ ഇങ്ങനെ ചെയ്യണത് കണ്ടിട്ടുണ്ട്, ഞാൻ മാത്രമൊന്നുമല്ല. അപ്പോൾ ഒരു നല്ലൊരു മെത്തേഡായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും നമ്മളെ ബബിളൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നേരെ ബബിൾ റിമൂവർ മെഷീനിൽ വാക്യൂം പമ്പിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ ഈ സാധനം ഡിസ്പ്ലേ ആവുകൊണ്ട് തന്നെ കെയർ ചെയ്തിട്ട് ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുമ്പോൾ ഡിസ്പ്ലേ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഡിസ്പ്ലേ ആവുകൊണ്ട് തന്നെ നമ്മളിത് മെയിനായിട്ട് കെയർ ചെയ്യണം എന്ത് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ നമ്മളിതിൻ്റെ പാസ്വേഡൊക്കെ അടിച്ച് ലോഗിൻ ചെയ്തിട്ട് എയറും അതുപോലെ ബബിൾ പ്രഷറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ 600-ലാണ് ഇടാറ്. 600 സെറ്റ് ചെയ്തിട്ട് നേരെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരു 600 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും എയർ ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അറിയാനുള്ളൊരു ഇതാണ് ഇത് എയർ ടൈറ്റ് ആവില്ല. എന്തായാലും ഇത് പരിപാടി തീർന്നിട്ടുണ്ട്. അപ്പോൾ സാധനം നമുക്ക് എടുത്ത് നോക്കാം എന്താണ് അവസ്ഥ. ഇപ്പോൾ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ബബിളും കാര്യങ്ങളൊന്നുമില്ല. അടിഭാഗത്ത് ചെറിയൊരു ബബിളുണ്ട്, അത് നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നിൽക്കിയാൽ പോകുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫ്രെയിമിൽ ഗം അപ്ലൈ ചെയ്യാം. ചെക്ക് ചെയ്യാനൊന്നുമില്ല, ഏകദേശം നമുക്ക് തന്നെ പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് ചെയ്തത്. അത് നമ്മൾ ചെക്ക് ചെയ്യാറില്ല അങ്ങനെ. പിന്നെ ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് ആരും വിചാരിക്കരുത്. ചെയ്ത് അങ്ങനെ ഒരു ശീലമായി. ചെക്ക് ചെയ്യാറില്ല അങ്ങനെ, വല്ലാതെ അങ്ങനെ പണി കിട്ടാറില്ല. അപ്പോൾ എന്തായാലും ഡിസ്പ്ലേ നമുക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെക്കിങ്ങിന് ഉപയോഗിക്കാറ്. അതായത് ലാസ്റ്റായിട്ടാണ് ചെക്ക് ചെയ്യാറ്. ഫോണൊക്കെ പാക്ക് ചെയ്തതിന് ശേഷമുള്ള ചെക്ക് ചെയ്യാറ്. അപ്പോൾ എന്തായാലും അയച്ച പോലെ തന്നെ നമുക്ക് ഇത് പാക്ക് ചെയ്യാം, പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യാം. നമ്മളെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ഒട്ടിച്ചിട്ട് നമുക്ക് ഫോണിൻ്റെ പഴയ രൂപത്തിൽ തന്നെ ഫോൺ ആക്കണം. അപ്പോൾ ഗ്ലാസ് ഗമ്മൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. എന്തായാലും ഫോണ് പക്ക വർക്കിംഗ് ആണ്, ക്ലിയർ ആണ്. ഗ്ലാസ് ചേഞ്ച് ചെയ്തു എന്നറിയണമൊന്നുമില്ല, പക്കയാണ്. നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൃത്തിക്ക് ചെയ്താലേ പിന്നെ നമുക്ക് കസ്റ്റമർ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഫോൺ അടിപൊളിയായിട്ടുണ്ട്. ടച്ചൊക്കെ ചെക്ക് ചെയ്തു, അപ്പോൾ എല്ലാം വർക്കിംഗ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് നമ്മളെ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.